ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് ദിവസം എൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഗ്യാപ്പായി. ഹെൽത്ത്ലി ഇഷ്യൂസ് തന്നെയാണ് മെയിൻ. എനിക്ക് സൗണ്ട് പ്രശ്നമായിരുന്നു. അപ്പം ജലദോഷമൊക്കെ ആയതുകൊണ്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും നല്ല വേദനയുണ്ട്. എന്നാലും ഇനിയും വെച്ചുകൊണ്ടിരുന്ന വീഡിയോ ഇങ്ങനെ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ അറിയുന്നവരും ഒരുപാട് ഇഷ്ടമുള്ളവരും ഒക്കെ ആയിട്ട് എല്ലാവരും കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോസ് കാണാതിരുന്നപ്പോൾ എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നില്ല, എന്താ യൂട്യൂബ് ചെയ്യാത്തത്, പിന്നെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്പോണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളെ പിറകെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ എന്ന് വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോ, അതായത് മുന്നേ ഉണ്ടായിരുന്ന യൂട്യൂബ് കണ്ട് നിന്ന ആളുകൾ ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ കാണുമ്പോൾ അതേ മൊബൈലാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതേ ക്വാളിറ്റി ഉള്ളതാണോ ഒക്കെ പറഞ്ഞു. ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. പണ്ടാണെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. അറിയില്ല, ചിലപ്പോൾ ചില വീഡിയോയിലൊക്കെ നല്ല രീതിയിൽ വരും, ചിലപ്പം ചില ഇതിലൊക്കെ എങ്ങനെയാണെന്നും അറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷം. ഒരാളെ അടുത്ത് നിന്ന് ഇത്രയും നല്ല ഒരു കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സൺഡേ എടുത്ത വീഡിയോ ആണ്. സൺഡേ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് ഈ ആഴ്ച കടന്നുപോയി. പക്ഷേ കുറച്ച് ലേറ്റ് വീഡിയോ ആണ്. എന്നാലും സാരമില്ല, കുറച്ച് കാരണങ്ങളാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോ ഇടാത്തത് എന്താണെന്ന് ചോദിച്ചവർക്ക് പിന്നെ ഇനി ഞാൻ സ്ഥിരമായിട്ട് കഴിയുന്നതും ഇടുന്നതായിരിക്കും. എൻ്റെ സൗണ്ട് ക്ലിയർ ആവാതിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് മടിയുന്നത്. കാരണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടതല്ലേ. അപ്പം സൗണ്ട് തീരെ ഇതല്ല, ശ്വാസം ഭയങ്കര അങ്ങനെ ഒത്തിരി കണ്ടിന്യൂസ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്യാപ്പായത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോ കഴിയുന്നതും നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ തലേ ദിവസം പച്ചക്കറിയൊക്കെ വന്ന് ഇത് ലേറ്റായി. അപ്പം എടുത്തു വെക്കാൻ പറ്റിയില്ല. അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ എർശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എർശ്ശേരിയും കോവയ്ക്ക തോരനും ആക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. നോൺ വെജ് ഒന്നും വേണ്ട എന്നുള്ളത്. ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും നോൺ വെജും കാര്യങ്ങളും സ്പെഷ്യലൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ അന്ന് വേണ്ട എന്നുള്ള തീരുമാനമായപ്പം എർശ്ശേരി ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതിനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ കുക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാം അരിഞ്ഞു വെച്ച് എല്ലാം എടുത്തു വച്ചതിന് ശേഷം മാത്രമേ പാചകം തുടങ്ങുള്ളൂ. കാരണം പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പിന്നെ കരിഞ്ഞു പോവുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയ ചെറുപയറും കുതിർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഹസ്ബൻഡാണ് ഇത്രയും ചിരവിയത്. ഞാൻ ഒരു മുറി മാത്രം ഇപ്പോൾ ലാസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ കൈക്ക് നല്ല വേദനയാണ്. അപ്പോൾ എനിക്ക് മൊത്തം ഇരുന്ന് ചിരവാൻ പറ്റില്ല. ഇതെന്തിനാന്ന് വെച്ചാൽ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഈവനിങ്ങേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം. അപ്പോൾ ഞാൻ ചെറുപയർ ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സൈഡിൽ ചോറ് വെച്ചു. ഞാൻ 4 ബർണറുള്ള ഇത് മേടിക്കാനുള്ള കാരണം രാവിലത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 ബർണറുള്ള ഗ്യാസ് മേടിച്ചത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു യൂസാണ്. ചോറും അതൊക്കെ വെച്ച് അവിടെ അടുപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ഞാൻ കോവയ്ക്ക അരിയാണ്. ഏറ്റവും ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന അത്രയും ചെറുതായിട്ടാണ് ഞാൻ അരിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കോവയ്ക്ക ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇത് കഴിക്കും. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ പറയണത്. കോവയ്ക്ക് ചെറുതായിട്ട് അരിയുമ്പോൾ അത് എൻ്റെ ആ ഒരു എന്താ പറയുക, നമുക്കൊരു പിടിക്കായ്മ ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് നമ്മൾ കഴിക്കും എങ്ങനെ വന്നാലും. പിന്നെ കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുക, അതാണ് ഇതിലൊരു ട്രിക്ക് എന്നത്. പിന്നെ ഒരു വലിയുള്ളി ഞാൻ എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞ്, ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇന്ന് സവാളയാണ് എടുത്തത്.
അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം നല്ലോണം ഇടിച്ച് പൊടിച്ചെടുക്കുക. മിക്സീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. അത് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തീർച്ച് പിന്നെ പല സ്ഥലത്തും പോവാറുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കൈ ഇങ്ങനെ വയ്ക്കും. പക്ഷെ അത് ശ്രദ്ധിക്കുക, കയ്യിൽ കൊണ്ട് ഇടിക്കരുത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ കുക്കർ എടുത്ത് ഇറശ്ശേരിക്കുള്ള കഷ്ണങ്ങളും ഒക്കെ അതിൽ ഇട്ടിട്ട്, കാരണം എനിക്ക് ചെറിയ കുക്കറിൽ പറ്റത്തില്ല എന്ന് തോന്നി, കാരണം കുറച്ച് കഷ്ണങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ശരി വലിയ കുക്കർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിൽ വെള്ളം ഒഴിച്ച് പിന്നെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചെറുപയർ കൂടെ ഞാൻ അതിലേക്ക് തട്ടുകയാണ്. അപ്പോൾ അത് മൊത്തം അതിൽ തട്ടുക. കാരണം ഇതിൽ കൊള്ളില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ മാറ്റിയത്. അല്ലെങ്കിൽ ഈ കുക്കറിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ വലിയ കുക്കറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാൻ, എല്ലാ വശവും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടപ്പ് അടയ്ക്കാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളകൊക്കെ കീറിയിടുക, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സാധാരണ അരച്ചിടുന്നതിനേക്കാളും ചില കറികളിലൊക്കെ നമ്മൾ പച്ചമുളക് ചീവി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഉപ്പിടുക, അതിന് ശേഷം അടച്ച് വേവിക്കുക. ഒരു 2-3 വിസിൽ അടിക്കുന്ന പോലെ വേവിച്ച് എടുക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇനി അടുത്ത പരിപാടിയിലേക്കാണ് പോണത്. ശരി, തോരനെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി ഈ രണ്ടും അതേ അടുപ്പ്, എനിക്ക് ഈ അടുപ്പിൽ തോരൻ വയ്ക്കാം. അപ്പോൾ ആ ഒരേ സമയത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ആവാനുള്ള ഒരു ഈസി വേ. അപ്പോൾ കോവയ്ക്ക തോരൻ ഞാൻ നേരത്തെ പറഞ്ഞു, ചെറുതായിട്ടായിരുന്നു. സാധാരണ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് പിന്നെ വറ്റിച്ചെടുത്തതിന് ശേഷമൊക്കെ തേങ്ങ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കോവയ്ക്ക ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വഴറ്റി കുറച്ച് നേരം അവിടെ നിൽക്കണമെന്നേ ഉള്ളൂ, വഴറ്റി ചെയ്യുക. പിന്നെ തേങ്ങയിൽ മുളകും മല്ലിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുക. അങ്ങനെ ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പാചകം പഠിച്ചത് ഞാൻ അമ്മയുടെ അടുത്തുനിന്നും അമ്മായിയമ്മയുടെ അടുത്തുനിന്നും ഒക്കെയാണ്. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആയല്ലോ, അപ്പോൾ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. അവർ ചെയ്യുന്നത് വേറെ രീതിയാണ്, പക്ഷെ അവരുടെ കൈപുണ്യം അത് പറയാതെ വയ്യ, അത് പ്രത്യേകം ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ചോറായിട്ടുണ്ട്, ഞാൻ ജാക്സലിൽ ഇറക്കി വെച്ചു. തിളച്ച് കഴിയുമ്പോൾ അതെടുത്ത് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എറിശ്ശേരിയിലും ഞാൻ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വറ്റൽ മുളക് കടുകൊക്കെ വെച്ച് വറുത്തെടുത്തു. അതിനുശേഷം സ്റ്റൗ ഒന്ന് തുടച്ചെടുത്ത്, അപ്പോൾ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ജോലിയില്ല. പിന്നെ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ പാത്രം കഴുകൽ. എന്ത് ക്ലീനിങ്ങും എനിക്കിഷ്ടമാണ്, പക്ഷേ പാത്രം കഴുകുന്ന മാത്രം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ്. പക്ഷേ അടുക്കള ക്ലീൻ ആക്കണമല്ലോ. സ്ലാബ് എപ്പോഴും കാലിയാക്കി എടുക്കുമ്പോഴാണ് ഒരു ഇത്. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയായി, പപ്പടം ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ഇറശ്ശേരിയും തോരനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 1/2 hour ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതുപോലെ എടുത്ത് എല്ലാം പാക്കാക്കി. ഇങ്ങനെ പാക്കാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ ശേഷം, ഇത് ഈവനിങ് സമയമാണ്, എനിക്കൊന്നൊരു 5-5:30 ആയിട്ടുണ്ടാവും. ഞാൻ ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചു. ശരിക്കും പറഞ്ഞാൽ ചമ്മന്തിപ്പൊടി ആദ്യമൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. ഒരു സമയത്തൊക്കെ കരിഞ്ഞു പോയിട്ട് അതിൻ്റെ പാകം അറിയാണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒക്കെ അത് പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് എന്ത് കാര്യവും നമ്മൾ പഠിക്കുന്നത്. നമുക്കൊന്നും അറിയില്ല വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മൾ ഓരോ കാര്യം ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്ത് അടുത്ത ചില സമയത്ത് ഇന്ന് ഉണ്ടാക്കിയത് ടേസ്റ്റ് ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കിയത് ടേസ്റ്റ് കാണും. അപ്പോൾ ഞാൻ ആദ്യം ചീഞ്ചട്ടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് തേങ്ങ ഫുള്ള് അതിൽ കൊള്ളില്ല എന്നുള്ളത്. അപ്പോൾ അത് നടക്കുന്ന കാര്യമില്ല. എനിക്ക് ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, എല്ലാം പുറത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചപ്പോൾ ശരി, ഈ പാത്രം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പരിപാടി ഞാൻ പതുക്കെ ഇവിടെ നിന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ പാത്രം എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബുദ്ധിമുട്ടി ഇങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ അത് കഴുകാൻ വേറൊരു വഴി. എന്തായാലും ഞാനതെടുത്ത് മാറ്റി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ബിരിയാണി ചെമ്പെടുത്തു. ബിരിയാണി ചെമ്പെടുത്തതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ചെമ്പ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 വശത്തുനിന്ന് ചൂട് എഫക്റ്റ് ചെയ്യും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നേരം അതിൽ കയറി ഇങ്ങനെ ചെയ്യുമ്പോൾ
നമ്മളെ കയ്യിൽ ദേഹത്തും ഒക്കെ ചൂട് വരാൻ തുടങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഈ ചെന്നൈ ചൂടിൽ ഞാൻ ഇത്രയും നിന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അയ്യോ വെന്ത് ഉരുകിയിട്ടുണ്ട്. എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനൊന്ന് മാറി നിന്നൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ താഴെ പലകയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഹൈറ്റ് കുറവുള്ളത് കൊണ്ട് എനിക്ക് സ്ലാബ് വലുതാണ്, അപ്പോൾ ഈ പാത്രം കൂടെ വലുതായതുകൊണ്ട് എനിക്ക് എത്തുന്നില്ലായിരുന്നു. പിന്നെ ഇളക്കി ഈ ഒരു പരുവായിട്ടുണ്ട്. ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഞാൻ അതിൻ്റെ സ്ലാബിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്നിട്ടൊക്കെയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി അത് ഒരു പാകമായിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ആയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് പൊടിച്ച് സൂക്ഷിച്ച് ഒരു ഡബ്ബയിൽ എടുത്ത് വയ്ക്കുക. അപ്പോൾ പൊടിച്ചതിന് ശേഷവും മിക്സിയുടെ ചൂടും അതിൻ്റെ ചൂടും എല്ലാം കൂടെ ആകുമ്പോഴുള്ള ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തുറന്ന് വെച്ചേക്കുക കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബായ്.